ചക്കപ്പഴം വെച്ച് ഒരു നല്ലൊരു കൊഴക്കട്ട. എല്ലാവരും പിന്നെ ചക്കപ്പഴം വെച്ച് ഇലയപ്പം ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ഒരു കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് നല്ലതാണ്. വൈകിട്ട് നമുക്ക് ഇച്ചിരി കട്ടൻ്റെ കൂടെ കഴിക്കാം. ഇത് കൊണ്ട് ശർക്കര പാനിയാക്കിയതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കുറുക്കി പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് തേങ്ങ ഇട്ട്, ഇത് ഒരു മുറി തേങ്ങയുണ്ട്, തേങ്ങ ഇട്ട് ഒന്ന് കുറുകട്ടെ കേട്ടോ. നമ്മൾ വേവിച്ചതിൻ്റെ ബാക്കി ചക്ക അത് നല്ലണക്ക് മിക്സിയിൽ അടിച്ച് വെച്ചതാണ്. അത് ഇതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കി നോക്കാം. നമ്മുടെ ചക്ക അത് മിക്സിയിൽ അടിച്ചുകൊണ്ട് വന്നതാ കേട്ടോ. ഇതും കൂടെ ഒന്ന് തിളക്കട്ടെ. ഇപ്പം നല്ലപോലെ കുറി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പരുവത്തിനായിട്ടുണ്ട്. നല്ലപോലെ കട്ടിയായി കേട്ടോ. ഇനി ഇത് വെച്ച് നോക്കട്ടെ. ചൂടോ ഇതൊന്ന് പറ്റും. അരിപ്പൊടിക്കകത്ത് നമുക്ക് നല്ല ജീരകം, പിന്നെ ഉപ്പ്, ചൂടുവെള്ളം ഒഴിക്കാം. തിളച്ച വെള്ളത്തിനെ കൈയിട്ട് ഇളക്കുമ്പോൾ സൂക്ഷിച്ച് വേണം കേട്ടോ. കുറച്ചുകൂടെ തിളച്ച വെള്ളം ഒഴിക്കട്ടെ. ഇച്ചിരി ഇഡ്ഡലി കുട്ടത്തിന് അടപ്പിൽ ഇച്ചിരി എണ്ണ കടയിൽ കൊടുത്തേ. എണ്ണ കടയിൽ വെച്ച് ചൂടുണ്ട് കേട്ടോ. അപ്പം തണുത്ത വെള്ളം എടുത്തുകൊണ്ടൊന്ന് വെച്ചിട്ടേ ഇത് കുഴയ്ക്കാവൂ. ഈ കൈ എത്രയും പൊള്ളും. ഇതിപ്പോൾ തന്നെ പകുതി വെന്ത്, ചൂടുവെള്ളം ഒഴിച്ചുകൊണ്ടേ പകുതി വെന്തിരിക്കുക. ഇനി നല്ലൊരു ആവി കയറ്റിയാൽ മതി. അന്നേരത്തേന് അത് ശരിയായിക്കോളും. ഇത് നല്ല മയമുണ്ട്. ഇങ്ങനെ ഇതേപോലെ എടുത്ത് ഒരു കുഴി ഉണ്ടാക്കിയിട്ട് എടുത്ത് വെച്ച് ഇങ്ങനെ ഇതെല്ലാം ഒന്ന് ഇതേപോലെ ആക്കി എടുക്കട്ടെ. ഇത് മൊത്തം ഇതേപോലെ വെച്ചിട്ടുണ്ട്. അവസാനം ഒരു ഇച്ചിരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. എല്ലാം ഇപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരിച്ചിരി കട്ടനും കൂടി ഇടാം. നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് വേവിച്ചത് കൊണ്ടേ ഇപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇച്ചിരി കട്ടൻ കാപ്പിയും കൂടി ഇടാം. അങ്ങനെ നല്ല കട്ടൻ കാപ്പി ആയിട്ടുണ്ട്. ഇനി നമുക്ക്
അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ. ഇത് വേവിക്കാൻ നമ്മൾ പറിച്ചുകൊണ്ട് വന്ന ചക്കയൊക്കെ പിന്നെ പകുതിയൊക്കെ കാണുമല്ലോ, അത് നമ്മൾ പഴുക്കുമ്പോഴത്തേന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഞാൻ 2 ദിവസത്തിന് മുമ്പ് പറിച്ചുകൊണ്ട് വന്ന ചക്കയായിരുന്നു. അത് കുറച്ച് വേവിച്ച് പിന്നെ പകുതി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾക്കിപ്പോൾ അത് പഴുത്ത് നല്ലപോലെ പഴുത്തിരിക്കുന്നു. അപ്പോൾ ഇച്ചിരി അരിപ്പൊടി ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൂടെ ചേർത്ത് ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. ഇങ്ങനെ ഒന്ന് വെറൈറ്റി ആയിട്ട് കൊഴക്കട്ട ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.